ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫണ്ണോളജി. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യണത് GTA സാൻ ആൻഡ്രിയാസിൽ CJനെ കൊണ്ട് മിലിറ്ററി ബേസിലിടാനാണ്. ബാക്കി കണ്ടറിയാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം. നമ്മളപ്പോൾ മൊത്തം തല്ലി തീർക്കാനാണ് പരിപാടി. മിലിറ്ററി ബേസാണ്. മിലിറ്ററി ബേസ് മൊത്തം തല്ലി തീർക്കണം. അതിൻ്റെ അടി കിടക്കുന്ന ബോട്ടൊക്കെ എടുത്തു പോകണം. കേസാവണം. ഇടിച്ചിടായിരുന്നു. വേണ്ട കടന്നുണ്ട് മിലിറ്ററി ബേസ്. എങ്ങാടാണ് അവനെനിക്ക് ദേടാ പെർഫെക്റ്റ്. ജീവിക്കട്ടെ അല്ല കേടാ. നമ്മളിപ്പോ എന്തായാലും കേസാക്കാനാ പോണത്. എത്തുന്നുള്ള പ്രതീക്ഷയിൽ നീങ്ങാം. ഇങ്ങാട് കയറാം, ഹൈവേ കയറാം. ഇങ്ങനെ റോട്ടിലിറങ്ങി അനുകരിക്കരുത്. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ മിലിറ്ററി ബേസിൽ കയറിയിട്ടോ കയറിയുള്ളൂ. എന്തായാലും പറഞ്ഞിട്ടുണ്ട്. CJക്ക് കേസാക്കിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. CJക്ക് എപ്പോഴും നടക്കുന്നൊരു കേസാണ്. വെറുതെ നടക്കുന്നത്. പഴയ GTA സാൻ ആൻഡ്രിയാസ് ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, ലൈക്ക് കൊടുക്കുക. ബെൽബട്ടൺ ഡാമേജ് അല്ല, ബെൽബട്ടണി 1 ഡാമേജ് എടുക്കാം. ഇവിടെ വണ്ടി നോക്കാണ്. ഇവിടെ കഴിവ് ഇറക്കാൻ കഴിവ് വിട്ടുപോയി. പക്ഷേ നമുക്കിപ്പോൾ കുറച്ച് ചാടിയൊക്കെ പോകേണ്ടി വരും. പുഴയിൽ വീണ് നമ്മ. അങ്ങനെ കര മുട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ആരെങ്കിലും തീർത്തിട്ട് കാർ എടുക്കണം. സ്റ്റാമിനയും ഹെൽത്തൊക്കെ ഒരു പരിവായി. എന്നാലും നമ്മ അതേപോലെ തമ്മനുണ്ട്. ഗ്യാങ്സ്റ്റർ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഏത് ഗ്യാങ്സ്റ്റർ ആയിരുന്നു നമുക്ക് പോലീസ്. നമുക്കിനി എങ്ങനെയെങ്കിലും CJ ഡോറടക്കണം. നമ്മുടെ ഉദ്ദേശം എനിക്ക് നോക്കണം. അവിടെ കാരണം ഒരു കൺട്രോൾ പോലും ഇല്ല. അപ്പൊ നമ്മള് മിലിറ്ററി ബേസിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ മിലിറ്ററി ബേസിലേക്ക് എത്തി. നമ്മള് നീന്തി എത്തിയട്ടാ. അങ്ങനെ നമ്മ വിട്ടുകൊടുക്കൂല കഴിച്ചു. ഒരു പ്രാവശ്യം കൂടെ പോണേ. നമുക്ക് വള്ളിയിടാം. ആരെങ്കിലായിട്ട് ആദ്യം തന്നെ കുറച്ച് വള്ളിയിടാം. $0 ഇപ്പൊ നമ്മുടെ പൈസ. നമുക്ക് ഈ പുള്ളിനെ പിടിച്ച് നല്ല ഇടിക്കാം. പോലീസാണ്. പോലീസായിരുന്നു. അങ്ങനെ പോലീസിനെ ചവിട്ടി നമ്മളപ്പോ വൻ ചൂടിലാണ്. മഴ കാരണം തന്നെയാണ് വീട്. ഗെയിമിന് എല്ലാവർക്കും അറിയാമോ. ബട്ടൺ ജസ്റ്റ് മാറിപ്പോയി. നമുക്ക് അടുത്ത ഏട്ടൻ എടുക്കാം. കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കണ ചേട്ടാ. ഗ്ലാസ് നമുക്ക് കുട്ടിക്കാം. ഭയങ്കര രാഷ്ട്രീയ ചന്ദ്രനാണ്.
മാസമായിട്ട് ഇനി പോലീസ് ഫുഡൊക്കെ ഉണ്ട്. എന്തായാലും നമ്മ ട്രെയിൻ പിടിക്കാം. ട്രെയിൻ പിടിക്കുക ഇത്തിരി ഓ ഗൈസ് നമ്മളെ നെഞ്ചത്താണ് വീണതെന്ന് തോന്നുന്നു. ഓ ഇവിടെ എണീക്കാൻ പറ്റുള്ളടാ. കാലില് വീഴുന്നോണ്ട് guys. നമ്മുടെ കുണ്ടിയിൽ വണ്ടി കയറി guys. Emotional damn it. വളരെ റിവൈവ് ആയി. അത്ഭുതം. പണിയെടുത്ത് കൊടുത്തോണ്ട് പണിയെടുത്ത് CJ പാത്രം കഴുകി കൊടുത്ത് ഒരു വലിയ ഇമോഷൻ ഒക്കെ പോകണ്ട അതിനകത്ത് കയറാം. ഇറങ്ങടാ. ഭയങ്കര ഫോർമാലിറ്റി ബില്യണയർ ബില്യണയർ അവന്മാരെ പിടിച്ചാൽ കാറ്റ് പറഞ്ഞു guys. നമുക്കേ അപ്പൊ എന്തായാലും ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ട് ഇരിക്കുക. എന്തായാലും ഒരു സ്റ്റാറായി. മിലിറ്ററി ബേസിലോട്ട് പിന്നെ ഗ്യാങ്സ്റ്റർ നമുക്കപ്പൊ ഗ്യാങ്സ്റ്റർ ആയിട്ടാണ് ആദ്യത്തെ ഇരിക്കാൻ പോണത്. അവന്മാര് ഗ്യാങ്സ്റ്ററും പോലീസും ഒരുമിച്ചാണ് വരാൻ പോണത്. അതാണ് ചെറുതായിട്ട് മിക്കവാറും ചിലപ്പോ അവന്മാരും വീട്ടിൽ വെച്ചിട്ടാരാന്നൊരു അവന്മാർക്ക് 5 അടി കൊടുത്ത് അയ്യോ അയ്യോ വേണ്ട തിരിച്ചിടി ചവിട്ടി കൂട്ടാനാ ഒരുത്തനെ കൊന്നു. അടുത്തവൻ മാറിക്കടാ നീ വെടിവെക്കറായാടാ. അയ്യോ വന്നിടി നമുക്ക് വീട്ടിൽ വെക്കാനുള്ള വല്ല സെറ്റപ്പ് ഉണ്ടാവും. എടാ ഇനി നമ്മളൊരു പോലീസിനൊക്കെ ഒന്ന് വെപ്പൺ എടുത്തുകൊണ്ടായിരിക്കും ഗ്യാങ്ങിനെ അടിക്കാൻ പോണത്. CJ വീണ്ടും പണിയെടുത്ത് പണിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പാത്രം കഴുകി പാത്രം കിട്ടി. 2 പേരല്ലേ അത്? മിലിറ്ററിക്കാരാണ്. കണ്ണാടി ഒരുത്തൻ ഇരിക്കേണ്ട കൂടെ വരാനുള്ള പരിപാടിയാണ്. ഗ്യാങ്സ്റ്ററിനെ തപ്പ CJ നല്ല നല്ല കാര്യങ്ങൾ അത്രേ ഭാഗം പറയുള്ളൂ. ഇപ്പൊ അടിച്ചിട്ടുള്ള ഒരു പോലീസുകാരനെയാണ്. എന്നാ പിന്നെ നമുക്കൊരു പാർട്ടി കൂടിയിട്ട് അവിടെയുള്ള 5 ഇടിച്ചടാ. പാർട്ടി അങ്ങനെ നശിപ്പിച്ചളയാ. ഇടിയിടലാണ് നമ്മ ക്ലബിലെത്തിയുണ്ട്. ചവിട്ടിട്ടുണ്ട് പാർട്ടി കൊളാക്കി ചവിട്ടി കൂട്ടിയാണ്. പൈസ ഇട്ടിട്ടുണ്ട്. ഡാൻസ് ഡാൻസിനെ പറ്റി രണ്ടാമത്തെ ഡാൻസ് ഒന്നും വേണ്ട നമുക്ക്. ഇടിയാണ് ഡാൻസ് കളിക്കണം ഇടിച്ചോ. ഇടിച്ച് കയറ്റിക്കളയും. $77 പറഞ്ഞില്ല ഇവന് ഫൈറ്റ് മീ ചവിട്ടി റിച്ച് ഡീൻസിനെ റിച്ച് ചെയ്ത എച്ചിയാക്കി. അങ്ങനെ റിച്ച് എച്ചികളായി ദൈവത്തിന്റെ ചവിട്ടി കൂട്ടി. പൈസ പിന്നെ കയറി guys. എടീ പബ്ബിലൊക്കെ മണ്ടന്മാരാണ്. പൈസ അവനവിടെ ഒന്ന് ഛർദിക്കണേ. ചത്തശവൻ ഛർദിക്കണേ. പൈസയുടെ കൂമ്പാരമുള്ള സ്ഥലമാണ്. അവനെങ്ങനും കൂടിയില്ല. കാലിന് വയ്യാതെ ഒരുത്തം വന്ന് പാർട്ടി ഇരിക്കായിരുന്നേക്കുന്നു. അവനും തട്ടിപ്പോയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇവനും കൂടി ഒരു വിന്നുണ്ട് അതിന്റെ കുറച്ച് തെറിയാട്ടാ. എന്താ നീ അവിടെ ഇരിക്കണം? എല്ലാരും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒറ്റക്ക് ഡാൻസ് കളിക്കണ. ഡാൻസ് എന്ത് വില കൊടുത്തും കളിക്കുമെന്ന് പറയണം. 2 ഷർട്ട് അതെ പൈസ ആകെ $100 ഉണ്ടായുള്ള പേര്. ഒരുത്തനവിടെ നീ ബിയർ കുടിക്കോടാ. അതിന്റെ അടുത്ത് ഒരാളുണ്ടായല്ല. ബിയർ കുടിക്കാൻ തെറ്റാന്ന് പറഞ്ഞോട്. മറ്റുള്ളവര് ബിയർ കുടിക്കുന്ന തെറ്റാണ്. അതെ CJ കുഴപ്പമില്ല. CJ ആണെങ്കിൽ കുഴപ്പമില്ല. അവനെ ചവിട്ടി കൂട്ടിയുണ്ട്. ചേച്ചി ഇത് കുടിക്കണ. അവിടെ ഒരു ചേച്ചി നടക്കണ്ടല്ലോ. ഇനി കുടിക്കണ്ട. ഇനി കുടിക്കണ്ട. ഇനി ഒരിക്കലും ഒരിക്കലും കുടിക്കണ്ട. ഒരു ബിയർ ചേച്ചി ഇടിക്കാൻ പറ്റില്ല. ഞാൻ ആരിക്ക് വെക്കാൻ നിൽക്കുക. പോലീസാണോ അവനെ? കൊക്കക്കോള കുടിക്കാനാണ് ഓടി വന്നത്. ഫ്രങ്ക നമുക്ക് എന്തായാലും ഒരു കൊക്കക്കോള എടുത്ത് കുടിച്ചേക്കാം. അതെ ഇടിച്ചിടിച്ച് അണച്ച് കൊക്കക്കോളൊക്കെ ആയിട്ട് മതി. ചാർജ് ഓ അവളവിടെ നോക്കി നിൽക്കണം. നമ്മൾ
ഷൗട്ട് കൊടുക്കാൻ ഞാൻ പൊടിക്കളഞ്ഞ്. എന്തായാലും ഒരു ബിയറും കൂടി കുടിച്ചിട്ട് ഇത്തിരി പറ്റായിട്ട് ഇടിക്കുക. നീ മാറിയിട്ട് ഞാൻ ഇവിടെ കുടിക്കാൻ വന്നേക്കണേ. തീർന്നു നടുകൊടിഞ്ഞി നടു അങ്ങനെ പഞ്ചസാര പാനിയൊക്കെ ഉണ്ട്. അതെണ്ണായിരുന്നു. ഇവിടെ ഒന്നും നടത്തൂല. പാർട്ടി പൊളിച്ചിട്ടുണ്ട്. $529 കിട്ടിയുണ്ട്. ഇനി അടുത്ത കേസ് ചെന്ന് ചാടാനുള്ളതാണ്. വെറുതെ കുനിഞ്ഞിരിക്കണം എല്ലാരും തലേ അവന്റെ പൈസ. അങ്ങനെ നമ്മള് പുറത്തിറങ്ങിയിട്ടുണ്ട്, പബ്ബിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറെ കാശ് ഉണ്ടാക്കിയത്. സൈക്കിൾ ഓടിച്ചോണേക്കണേ നല്ല ഇടി കൊടുക്കുക. എന്താ ഗൈസ് പാർട്ടി കൂടാൻ വന്ന് കുറച്ച് കൂട്ടം ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ്. നമുക്ക് ആകെ $550 കിട്ടിയുള്ളൂ ടോട്ടല്. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ സൈക്കിളിന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പോയിട്ടുണ്ട്. പത്രക്കാരുടെ വണ്ടി എടുത്ത് കുറച്ച് ന്യൂസ് തുടങ്ങാം. ഇവനൊക്കെ രാവിലെ തന്നെ ന്യൂസ് പിടിക്കാൻ ഇറങ്ങിയേക്കും. 10 മണി കിട്ടും. അവന്റെ ന്യൂസ് നമ്മുടെ വീട്ടിലെത്തിയുണ്ട്. വീട് പക്ഷെ ദാരിദ്ര്യമാണ്. ഇറങ്ങണല്ലേ CJ, വീടെത്തി. വീട്ടിൽ ഇറങ്ങണ്ടെന്ന് തോന്നുന്നു. പത്രക്കാർ വണ്ടി കത്തിച്ചാലാ ലാത്തിക്ക് ഇരിക്കണ്ട, നമ്മുടെ തോക്കിരിക്കണ്ട് കത്തിച്ച് കളയാം. ഇടിച്ച് ചളക്ക മൊത്തം വണ്ടി. ഞങ്ങളുടെ വീഡിയോ എടുക്കണം. എന്റെ പത്രവും SN ന്യൂസ് ഡോറടിച്ച് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഗാങ്സ്റ്റേഴ്സ് അവര് വെടിവെച്ച് കൊല്ലേ ലാത്തി എടുത്തടിക്കാം. ഓടേണ്ട ബാക്കിയുള്ളവര് ഗാങ്സ്റ്റേഴ്സ് അവനെടുത്ത് നമ്മുടെ പൈസ എന്താണ് നോക്കിക്കണം? അവന്റെ ഭാര്യ. അയ്യോ മോളെ, എന്നാ ഇത്തിരി മുമ്പ് പറയണ്ടായിരുന്നു. ഇവനെ തല്ലി തീർത്തേക്കാം. എന്റെ ഈ വൻകാശ് ഉണ്ടാവും ചിലപ്പോ. ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ $10,000 ഇത് നമ്മ പുതിയ പ്രോപ്പർട്ടി വാങ്ങും. എടി ഇവൻ ഗാങ്സ്റ്റർ ആണെന്ന് തോന്നുന്നു. സീജയുടെ അമ്മാവനാണെന്ന് എനിക്ക് തോന്നണത്. അവന്റെ വീട്ടുകാരെയും കൊല്ലേ. ഇപ്പുറത്തെ വീട്ടുകാരനെ പിടിച്ചിരിക്കാം. ഇപ്പുറത്തെ വീട്ടിലാരും ഇല്ലേ? പൊട്ടിക്കാം. എന്തായാലും ഇത്രയും വരെ നമ്മളാ ഈ വണ്ടി കൊണ്ടുവന്നില്ലേ, വണ്ടിയിൽ പിടിച്ചത്. ഇത്രയും വരെയും കൊണ്ടുവന്നേ നമ്മളാ. അതിന് സന്തോഷമായിട്ട് പൊട്ടിച്ചു കൊടുത്തേക്കാം. സന്തോഷം തന്നെ സന്തോഷം. നീ ഹുഡ് ഇട്ട് കിടക്കോടാ. അവന് നമ്മുടെ വീടിന്റെ ഗ്യാരേജ് തുറന്നിട്ടുണ്ട്. നമ്മളെന്തായാലും അവനെ വീട്ടിൽ ചവിട്ടി കൂട്ടി. എടാ റിവെഞ്ച് എടുക്കാൻ ഭാര്യ വന്നേക്കണ. ഞാൻ പാവണ മോളെ, ആകെ ലാത്തി മാത്രമേ ഉള്ളൂ. എടാ തോക്ക് മാനത്ത് പൊട്ടിച്ച് പേടിപ്പിക്കാണ്ട് നമ്മളെ തീർത്തിട്ടുണ്ട്. റിവെഞ്ച് എടുത്ത് റിച്ചി തച്ചിയാണ്. ഇത് ഗാങ്സ്റ്റർ അല്ലേ? വെടിവെച്ചില് ഇങ്ങാട് ചൂടാവാൻ വന്നേക്കും. തെറിയേട്ടാ എന്താ വട്ടം വളഞ്ഞിക്കണം. ലാത്തിണ്ട്, തോക്കുണ്ട്, കൈയുണ്ട്. കൈക്കുള്ള തരാം. കൈ എന്തായാലും ഇത്ര ഇടി കൊണ്ടല്ലേ വണ്ടി എടുത്തുണ്ടോ? കൂട്ടത്തോടെ ഒരുത്തനെന്തായാലും ഇടിച്ചു കയറിയിട്ടുണ്ട്. ഡ്രിഫ്റ്റ് അടിച്ച് വന്നാൽ അടുത്തവൻ ഇടിക്കാം. അങ്ങനെ വിട്ടെടുക്കരുത്. എവിടെ അവന്മാര് പോയാ? പോണടുത്ത് അവന്മാരുടെ പാട്ട് മനസ്സിലായി. നമ്മൾക്ക് സ്മോക്കിംഗ് ആയിട്ടാ മാസമായിട്ട് കളിക്കാറില്ല. 5 സ്റ്റാർ 1 സ്റ്റാർ 100 ലെവൽ. ഞാൻ അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ചത്ത് കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക.
ഗ്യാങ്സ്റ്റർ മിലിറ്ററി ബേസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പറയാം. പിന്നെ 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നെ നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്നതാണ്. 50 സബ്സ്ക്രൈബേഴ്സ് പ്ലീസ്. ഒരു 50 സബ്സ്ക്രൈബേഴ്സ് നിങ്ങളാക്കി തന്നെ നമുക്ക് ലൈവ് സ്ട്രീം തരാം. ലൈവായിരിക്കും എന്ന് ഞങ്ങൾ ഗ്യാരണ്ടി തരാം. ലൈഫ് ടൈം ഗ്യാരണ്ടി. ഇല്ലെങ്കിൽ നിങ്ങൾ 2 ഇടി ഇടിച്ചോ ബെല്ലൈക്കാൻ പറ്റി. ഓക്കെ, 2 ഇടി മാത്രം ഇടിക്കാൻ പാടില്ല. 2 അല്ല 3 ഇടിച്ചോ. നമ്മൾ ടിക്ടോക്കാണ് ഇപ്പൊ കളി. ഇറങ്ങണ സീജേ. പോലീസ് ഇപ്പൊ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ബൈ.